അങ്ങനെ കൗമാര കേരളത്തിന്റെ കലോത്സവത്തിന്റെ കാഴ്ചകൾ നമ്മളിനി കാണാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞു ഇപ്പോൾ 64ആയി. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനാണ് നാളെ തൃശ്ശൂരിൽ തിരിതെളിയാനിരിക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങൾ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുടങ്ങും. 12 മണിയോടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യ സംഘത്തിന് സ്വീകരണം നൽകും. പിന്നെ പതിവ് പോലെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇക്കുറിയും കലോത്സവത്തിന് എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്നത്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച സ്വർണ്ണക്കപ്പ് ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശ്ശൂർ നഗരത്തിലെത്തും. അപ്പൊ നമുക്ക് പോകാം നേരെ പൂരനഗരിയിലേക്ക്. അവിടെയാണ് ഇനി കലാമേളം നടക്കുന്നത്. അപ്പോൾ വിവരങ്ങൾ നൽകാൻ അവിടെ നിന്ന് നജ്മയുണ്ട്, ഒപ്പം തന്നെ നടരാജ് പരശുരാമുണ്ട്. ആദ്യം നടരാജിലേക്ക് തന്നെ പോകാം. നടരാജ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സ്വർണ്ണക്കപ്പ് നഗരം ചുറ്റിയടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ വലിയ ആവേശപൂർവ്വമായ സ്വീകരണം എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണയും കലാമേളയ്ക്ക് ഭക്ഷണം ഒരുക്കുന്നതിൽ മാറ്റമൊന്നുമില്ല. പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. മറ്റൊരുക്കങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ എല്ലാ ഒരുക്കങ്ങളുമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അപ്പം എല്ലാ ആളുകളെയും, അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളൊക്കെ സ്വീകരിക്കാൻ പൂരനഗരി ഒരുങ്ങിക്കഴിഞ്ഞു നടരാജ്? വെരി ഗുഡ് മോർണിംഗ്. കലാപൂരത്തിനായി കാത്തിരിക്കുകയാണ് തൃശ്ശൂർ നഗരി എന്ന് തന്നെ പറയാം. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ ഇവിടെ തിരിതെളിയുമ്പോൾ ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാന വേദിയാണ്. പ്രധാന വേദിയിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തകൃതിയാണ്. ചെറിയ ചില ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ വർണ്ണമനോഹരമായ ഒരു ഫേസിംഗ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടെന്ന് പറയാം. കഥകളിയും തെയ്യം, അതുപോലെ തന്നെ മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ ഒരു ഫ്ലക്സ് തന്നെ ഇവിടെ കാണാം. തൊട്ടടുത്ത് ഇവിടെ പതാക കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ വർണ്ണമനോഹരമായ തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു കൊടിമരമാണിത്. നമുക്ക് കാണാം ഒരു ബ്രഷും അതുപോലെ തന്നെ വീണയുടെ രൂപത്തിൽ 64 എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. 64ാമത് സ്കൂൾ കലോത്സവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ 64 എന്നുള്ള ആ എഴുത്ത്. ആ 6 തന്നെ വീണയുടെ രൂപത്തിലാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ബ്രഷുണ്ട്. ആ ബ്രഷിന് ചുറ്റുമായി ഇവിടെ ചിലങ്കയുടെ മണികൾ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 64 ചിലങ്കയുടെ മണികളുണ്ടെന്നാണ് അറിയുന്നത്. അത് 64ാമത് കലോത്സവത്തെ സൂചിപ്പിക്കുന്നു. ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തി നമ്മോടൊപ്പമുണ്ട്. ഈ കൊടിമരമാണല്ലോ, ഇതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് നമ്മൾ 64ാമത് കലോത്സവം. അപ്പോൾ 6 എന്ന് പറഞ്ഞൊരു നമ്പർ, അതൊരു വീണയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ്, അതാണ് നമ്മൾ കൊടിമരമായിട്ട് ഉപയോഗിക്കുന്നത്. ആ ബ്രഷും വീണയും കൂടി ചേർന്ന് ഇവിടെ നിന്നൊരു ചിലങ്കയുടെ ഒരു ഇത് പോകുന്നുണ്ട്. അതിങ്ങനെ ഒരു കൈയുടെ ഒരു ഇതായിട്ട്. അപ്പോൾ അത് കൂടി ചേരുമ്പോൾ 64ാമത് കലോത്സവം. പിന്നെ തൃശ്ശൂരാണ് നടക്കുന്നത്. ആനയില്ലാത്ത തൃശ്ശൂരില്ല, തൃശ്ശൂർ പൂരം ആനക്കൊമ്പും നെറ്റിപ്പട്ടൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതൊരു പാലറ്റാണ്, ബ്രഷ് പാലറ്റ്. പിന്നെ നമ്മൾ മ്യൂസിക്കിൻ്റെ ജി ക്ലഫ് ഉണ്ടല്ലോ, അതും അതിലുണ്ട്. അത് വളരെ ഉച്ചസ്ഥായിയിലൊക്കെ വായിക്കുമ്പോഴാണ് ജി ക്ലഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചണ്ടമേളം അല്ലെങ്കിൽ ചിത്രമേളമൊക്കെ ഉള്ള തൃശ്ശൂർ ഉച്ചസ്ഥായിൽ തന്നെയാണല്ലോ, കലോത്സവം ഉച്ചസ്ഥായിൽ തന്നെ ആയിരിക്കട്ടെ എന്നാണ്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുക. മുഖ്യാതിഥിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തും. മന്ത്രിമാരായ കെ രാജൻ, വി ശിവൻകുട്ടി, ആർ ബിന്ദു തുടങ്ങിയവരൊക്കെ തന്നെ നാളത്തെ പ്രധാന വേദിയിലുണ്ട്. ഇന്ന് രാവിലെ രജിസ്ട്രേഷൻ തുടങ്ങും. കലാകൗമാരങ്ങൾ അല്പസമയത്തിനകം തൃശ്ശൂരിലേക്ക് എത്തി തുടങ്ങും. രജിസ്ട്രേഷനിടയിൽ ആദ്യ സംഘത്തിനുള്ള സ്വീകരണം സർക്കാർ നൽകും. അതിനിടയിൽ വേദികളുടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ഊട്ടുപുരയിൽ ഒരുക്കങ്ങൾ തകൃതിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ കലവറ നിറക്കൽ രാവിലെ നടക്കും. ഉച്ചയോടുകൂടി കലവറയുടെ പാലുകാച്ചൽ നടക്കും. വൈകിട്ടും നിരവധി പരിപാടികളാണ് ഒരുങ്ങുന്നത്. മൊത്തത്തിലൊരു കലാപൂരത്തിന് ഒരുങ്ങുകയാണ് തൃശ്ശൂർ എന്ന് തന്നെ പറയാം. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ റെഡിയാണ്. 25 വേദികളിലായി 250 ഇനങ്ങളിലായി 15,000-ലധികം കുട്ടികളാണ് മാറ്റൊരുക്കുക. കൗമാര കല ഇവിടെ തുള്ളിത്തുളുമ്പുന്നത് കാണാൻ തൃശ്ശൂരിലെ ജനത കാത്തിരിക്കുകയാണ്. നിശ്ചയമായി മനോഹരമായൊരു വേദിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കലോത്സവങ്ങൾ കണ്ടതിൽ നിന്ന് വിഭിന്നമായി ഗംഭീരമായി ഒരുക്കിയ വേദിയാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്, പൂരത്തിന്റെ മണ്ണാണ്. അവിടെയൊക്കെ കലോത്സവം എത്തുമ്പോൾ നിശ്ചയമായും അതിന്റെ പൊലിമ വേണം. അപ്പോൾ ഗംഭീരമായ മെയിൻ വേദി അവിടെ കാത്തിരിപ്പുണ്ട്. ജെൽസി നാളെ തന്നെ മെയിൻ വേദിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ തൃശ്ശൂരാരോടൊക്കെ ഒന്ന് ഒരുങ്ങിയിരിക്കാൻ പറയൂ നടരാജ്.